ഇൻഡിക്കേറ്റേഴ്സ് വരെയല്ലേ ആയുള്ളൂ? ബയോ ഇൻഡിക്കേറ്റേഴ്സ് വരെ. ബാക്കി ഇനി ഉണ്ടല്ലോ. അപ്പൊ വില്ലേജ് വേസ്റ്റ്, ICU, CSSD അവിടെ വരെയല്ലേ ആയുള്ളൂ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വരെ എടുത്തേക്കണേ. ബയോളജിക്കൽ അതെ CSSDയില്. അതെ, അല്ല ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലേ ആയുള്ളൂ എന്ന് ചോദിക്കുക. ബ്ലഡ് ബാങ്ക്, ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, വില്ലേജ് വേസ്റ്റ്, ICU, CSSD. വേറെ ഏതെങ്കിലും തുടങ്ങിയോ? ട്രാൻസ്പോർട്ടേഷന്റെ ശരണ്യ മിസ്സിന്റെ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് കഴിഞ്ഞ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ഇപ്പം എടുത്തോണ്ടിരിക്കുന്നത്. രമ്യ മിസ്സിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ബ്ലഡ് ബാങ്ക് കഴിഞ്ഞ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ആണ് ഇപ്പം കണ്ടിന്യൂറ്റി എടുത്തോണ്ടിരിക്കുന്നത്. രമ്യ മിസ് അല്ലല്ലോ വില്ലേജ് വേസ്റ്റ് എടുത്തത്. ശരണ്യ മിസ് വില്ലേജ് വേസ്റ്റ്. Excuse me. ശരണ്യ മിസ് ആണ് വില്ലേജ് മിസ്. Good afternoon, ma'am. Yes, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എടുത്തു, ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു, പിന്നെ ബ്ലഡ് ബാങ്ക് എടുത്തു, നാലാമത്തെ ചാപ്റ്റർ ആണ് CSSD. ഓക്കെ, നാലെണ്ണാണ് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ്. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി ഒന്ന് പറയോ? ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, നെക്സ്റ്റ് എടുത്തത് 18 തോന്നുന്നു, 20 ബ്ലഡ് ബാങ്ക് എടുത്തു, നെക്സ്റ്റ് 19 CSSD സെൻട്രൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നാലാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 1 20 21. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ പറഞ്ഞിരുന്നത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? 3 ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ഇൻഡിക്കേറ്റർ? സൂചകങ്ങൾ അല്ലെ? ഓരോന്നിനെയും നോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് പറഞ്ഞത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലുടനീളമുള്ള ആ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ അതിന്റെ 2 എക്സാമ്പിളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതിനകത്ത് മെക്കാനിക്കൽ ഡയൽ, ഈ നമ്മുടെ അലാറം ഒക്കെ ഇല്ലേ, അലാറം പോലെയൊക്കെ ഇതിങ്ങനെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമും കാര്യങ്ങളും അതുപോലെ ടെമ്പറേച്ചർ, പ്രഷർ ഇതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ഇതാണ് മെക്കാനിക്കൽ ഡയൽ. അപ്പൊ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അവിടെ പ്രിന്റഡ് നോട്ടിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ നോട്ട് ചെയ്ത് വെക്കാം. മെക്കാനിക്കൽ ഡയൽ, DIAL, മെക്കാനിക്കൽ ഡയൽ. ഇലക്ട്രോണിക് ഡിസ്പ്ലേ, നെക്സ്റ്റ് ലിവർ സ്റ്റൈൽ, LEVER, ലിവർ സ്റ്റൈൽ, STYLE. ഇതെല്ലാം നമ്മൾ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മൾ CSSDയിൽ യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിളാ പറഞ്ഞത് മെക്കാനിക്കൽ ഡയൽ. മെക്കാനിക്കൽ ഡയൽ എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ ഈ ടൈം, ടെമ്പറേച്ചർ ഒക്കെ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ക്ലോക്ക് ഒക്കെ പോലെ ഇരിക്കും. അപ്പൊ അതിനകത്ത് ആ റീഡിങ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ, ടൈം ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ പറഞ്ഞത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതെന്തിനാ? ആർ ഡിസൈൻ ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതിന് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചോ. കെമിക്കൽ ടേപ്പ്, CHEMICAL, കെമിക്കൽ ടേപ്പ്, TAPE. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ ബോവി ഡിസ്ക് ടെസ്റ്റ് പാക്ക്.
സ്പെല്ലിംഗ് പറയാം. ബോവി, BOWIE, ബോവി ഡിക്ക്, DICK, ബോവി ഡിക്ക്, DICK, ഡിക്ക്. ടെസ്റ്റ് പാക്ക്, TEST, ടെസ്റ്റ് പാക്ക്. കെമിക്കൽ നമ്മള് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ എക്സാമ്പിൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ ഉടനീളമുള്ള ടെമ്പറേച്ചർ, അതുപോലെ ടൈം, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്, അതാ ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്യാൻ പറഞ്ഞത്. മെക്കാനിക്കൽ ഡയൽ, ഈ CSST യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മെക്കാനിക്കൽ ഡയൽ. രണ്ടാമത്തെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ, ഇതൊക്കെ സെയിം പ്രൊസീജിയർ ആണ് അതിനകത്ത് നടക്കുന്നത്. അതിന്റെ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വരും. ഇലക്ട്രോണിക് ഡിസ്പ്ലേ. ലെവർ സ്റ്റൈൽ, LEVER STYLE, ലെവർ സ്റ്റൈൽ. ഇതൊക്കെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ? ഡിസൈൻ ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതിന്റെ എക്സാമ്പിൾ അത് രണ്ടെണ്ണം നോട്ട് ചെയ്യണം. കെമിക്കൽ ടേപ്പ്, കെമിക്കൽ ടേപ്പ്, TAPA, ടേപ്പ്. രണ്ടാമത്തെ മാഡം ഈ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് വേറൊരു ഉദാഹരണം ഈ തെർമോമീറ്റർ വരില്ലേ മാഡം? തെർമോമീറ്റർ വരില്ല, അത് ടെമ്പറേച്ചർ നമ്മൾ നോക്കുന്നല്ലേ, നമ്മുടെ ഹ്യൂമന്റെ ടെമ്പറേച്ചർ. ഇത് CSST ഡിപ്പാർട്ട്മെന്റിൽ അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ, അതിന്റെ ടൈം, ഹ്യൂമിഡിറ്റി, അതൊക്കെ ഇതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു തരാം. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ എഴുതിയോ? കെമിക്കൽ ടേപ്പ് വരുന്നുണ്ട്. ബോവി ഡിക്ക് ടെസ്റ്റ് പാക്ക്, ബോവി BOWIE, ഡിക്ക് DICK, ടെസ്റ്റ് പാക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഓട്ടോക്ലേവ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ കെമിക്കൽ ടേപ്പിന്റെ ആ ഒരു കെമിക്കൽ ഇൻഡിക്കേറ്ററിലാണ്. അപ്പൊ അതായത് നമ്മളിപ്പോ നമ്മള് ഓട്ടോക്ലേവിലെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞേ? ടെമ്പറേച്ചർ 171 ഡിഗ്രി അല്ലെ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹീറ്റ് സെൻസിറ്റീവ് ഇങ്ക് ആണ് അതിനകത്ത് യൂസ് ചെയ്യണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അടിക്കുമ്പോൾ അതിന്റെ ഇപ്പൊ വൈറ്റ് കളറിൽ നിന്ന് അതിന് ചില പാറ്റേൺസ്, വിസിബിൾ പാറ്റേൺസ് ചേഞ്ച് ആവും. അപ്പൊ അങ്ങനെ നമുക്ക് 121 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് അതിന്റെ ആ ചേഞ്ച്, അതിനുണ്ടാകുന്ന ആ ചേഞ്ച്, ആ കളർ ചേഞ്ച് നോക്കി കഴിയുമ്പോൾ നമുക്കത് ടെമ്പറേച്ചർ 121 ഡിഗ്രിയിലെത്തി, അങ്ങനെ നമുക്ക് വിചാരിക്കാം. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ലാബുകളിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മെഥിലിൻ, ഓറഞ്ച്, ഫിനോഫ്തലിൻ, ലിറ്റ്മസ് പേപ്പർ ഒക്കെ ഇല്ലേ, അതിന് ഇതുപോലെ നമ്മൾ ആസിഡ്, ആൽക്കലിയുടെ ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ആ ലിറ്റ്മസിന്റെ ബ്ലൂയിൽ നിന്ന് റെഡ് ആവുന്നു, റെഡിൽ നിന്ന് ബ്ലൂ ആവുന്നു, അങ്ങനെ ആ കളർ ചേഞ്ചുകളില്ലേ, അതേപോലെ ഇവിടെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ CSST യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കെമിക്കൽ ടേപ്പും. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു ബോവി ഡിക്ക്, ടെസ്റ്റ് പാക്ക്. ഇത് രണ്ടും അതിന്റെ അപ്പൊ ആ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പൊ ആ അതിന്റെ ആ കളർ ചേഞ്ച് അവിടെ വരും. 121 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ കളർ ചേഞ്ച് വരും. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആ ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ ലിവിങ് ക്രീച്ചേഴ്സ്, മൈക്രോ ഓർഗാനിസംസ്, ലിവിങ് ക്രീച്ചേഴ്സ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസം ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? കൺഫേം സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, to verify the sterilization procedure, display the sterilization effect of the production process, etc. ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ അതായത് മൈക്രോ ഓർഗാനിസംസ് ആണ് അവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ആ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, സ്റ്റെറിലൈസേഷന്റെ ഫലം, ഇഫക്റ്റ് എങ്ങനെയാണെന്നൊക്കെ കൺഫേം ചെയ്യാൻ, സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണത്. എക്സാമ്പിൾ എഴുതിക്കോ, നമ്മൾ CSST തന്നെ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. രണ്ട് എക്സാമ്പിൾ ഞാൻ തരാം. ബാസിലസ്
ബാസിലസ് ആക്ടോഫിയേഴ്സ് അതൊരു മൈക്രോ ഓർഗാനിസം ആണ്. ബാസിലസ് ആക്ടോഫിയേഴ്സ് BACILLUS ബാസിലസ് BACILLUS ബാസിലസ് ആക്ടോഫിയേഴ്സ് ATROPHAEUS ആക്ടോഫിയേഴ്സ് ATROPHAEUS. രണ്ടാമത്തെയാണ് സ്റ്റീറോ തെർമോഫിയസ് പറയോ? ഓക്കെ. ബാസിലസ് ആക്ടോഫിയേഴ്സ് BACILLUS BACILLUS ബാസിലസ് ആക്ടോഫിയേഴ്സ് ATROPHAEUS ആക്ടോഫിയേഴ്സ് അതൊരു മൈക്രോ ഓർഗാനിസം ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റീറോ തെർമോഫിലസ് STERMOPHILUS സ്റ്റീറോ തെർമോഫിലസ്. ഈ രണ്ട് മൈക്രോ ഓർഗാനിസം STERMOPHILUS സ്റ്റീറോ തെർമോഫിലസ്. ഈ രണ്ട് മൈക്രോ ഓർഗാനിസംസും ഈ CSSD ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. എൽസ ഉണ്ടോ? THE ഉണ്ടോ? THEMOPHILUS സൈലന്റ് ആണ്, അതുകൊണ്ടാണ്. സ്പെല്ലിംഗ് എങ്ങനെയാണ്? STEROTHEMOPHILUS തെർമോഫിലസ്. ഈ രണ്ട് മൈക്രോ ഓർഗാനിസംസും ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് CSSD യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. എൽസ എന്താ പറയാൻ വന്നേ? മാം ഇത് രണ്ടും മൈക്രോ ഓർഗാനിസംസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പം മാം അത് എങ്ങനെയാ അതിന്റെ മനസ്സിലാക്കുന്നത്? എങ്ങനെയാ അതെന്താ ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസം ഇൻഡിക്കേറ്റേഴ്സ് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കില്ല. നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. CSSD യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് 3 ഇൻഡിക്കേറ്ററും അതിന്റെ എക്സാമ്പിളും ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോ അതെങ്ങനെയാണ് അതിന്റെ ലാബിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ടെസ്റ്റോ കാര്യങ്ങളോ പ്രൊസീജിയറോ ഒന്നും നമുക്ക് പഠിക്കാൻ തന്നിട്ടില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിലേക്ക് നമ്മൾ പോണ്ട. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുള്ളൂ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈ നമ്മള് ലിവിങ് ക്രീച്ചർ മൈക്രോ ഓർഗാനിസം ആണ്. ഇതെന്തിനാ? CSSD സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് എങ്ങനെയാണ്, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ, സ്റ്റെറിലൈസേഷൻ ഇഫക്റ്റ് ഇതൊക്കെ എങ്ങനെയാണെന്ന് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. CSSD യൂസ് ചെയ്യുന്ന 2 ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബാസിലസ് ആക്ടോഫിലസും പിന്നെ സ്റ്റീറോ തെർമോഫിലസും. ആ 2 മൈക്രോ ഓർഗാനിസം ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ എക്സാമ്പിളുകൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ എക്സാമ്പിൾ കൂടി തന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ചോദിക്കുന്നത് ഇവിടെ ഓരോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ വിതരണ സംവിധാനം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് ഏത് രീതിയിലാണെന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് താഴെ ഓരോ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ഇങ്ങനെ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉള്ളത്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ നോക്കി അതിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ബാച്ചുകൾ കഴിഞ്ഞു, എക്സാംസുകൾ കഴിഞ്ഞു. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും അതിന് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും അവര്. ഈ 4 ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാ വരുന്നേ അങ്ങനെയാണ് ചോദിക്കാറ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദീസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു?
ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ്? അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ക്ലീൻ ഫോർ ഡയർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എ സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ CSSD ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം. ഏത് ടൈം എക്സ്ചേഞ്ചിലും, പ്രത്യേക സമയമൊന്നുമില്ല, ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ ഈ CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് അതാ മീൻ ചെയ്യുന്നത്. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ അവിടെ അവൈലബിൾ ആണ്, അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തരും നിങ്ങൾക്ക്. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഏത് ടൈം എക്സ്ചേഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിള് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലീൻ ഫോർ ഡയർട്ടി എക്സ്ചേഞ്ച് എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം. ആ പേരെയൊക്കെ തന്നെ അറിയാം. ഡിമാൻഡ് അനുസരിച്ച്, റിക്വസ്റ്റ് അനുസരിച്ച്, യൂസറിന്റെ റിക്വസ്റ്റ് അനുസരിച്ചായിട്ടാണ് അവിടെ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസേഴ്സ് ഓൺ എ ഡെയിലിയോ ഓർ റെഗുലർ ബേസിലോ ആൻഡ് ഗ്യാതേർഡ് by them at a CSSD counter. അതെന്ന് വെച്ചാൽ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്, ആ റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്, റിക്വസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നില്ലെങ്കിൽ ഡെയിലി ആയിട്ട് കൊടുക്കാം, ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ബേസിലോ ആവശ്യപ്പെടുകയും അത് CSSD കൗണ്ടറിൽ ഗ്യാദർ ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. അതാണ് സെക്കൻഡ് വൺ, റിക്വസിഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈച്ച് യൂസർ ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ആർ ഡെലിവേർഡ് അറ്റ് സ്യൂട്ടബിൾ ഇന്റർവെൽസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കണ്ടന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്. ഇവിടെ ഒരു പ്രത്യേകത ഗ്രോസറി സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടന്റ് അവർ യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ, ആ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ കൺസ്യൂമറിനും ആവശ്യമായിട്ടുള്ള ഒരു നിശ്ചിത കാലയളവിലുള്ള ഡിമാൻഡ്, യൂസറിന്റെ ഡിമാൻഡ് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഈ ഗ്രോസറി സിസ്റ്റത്തിൽ. ഒന്നുകൂടി പറയാം, കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്തോ ഇല്ലയോ, കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ യൂസറിനും, ഓരോ ഉപഭോക്താവിനും നിശ്ചിതമായ ഒരു കടയിൽ, അതാ പറഞ്ഞേക്കുന്നത്, ഒരു ടൈം ഇന്റർവെല്ലുണ്ട്, സ്യൂട്ടബിൾ ഇന്റർവെല്ലുണ്ട്. ഒരു ടൈം ഇന്റർവെല്ലില് കാലയളവില് ഡിമാൻഡ് അനുസരിച്ച്, യൂസറിന്റെ ഡിമാൻഡിന് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഇന്റർവെല്ലില് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അതാണ് ഗ്രോസറി സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന ക്വാട്ട സിസ്റ്റം ആണ്. ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവലാണ് ഓഫ് ഡിഫറെന്റ് ഐറ്റം ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റൈൻഡ് ബൈ, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ഡെലിവറി പേഴ്സൺ ആണ്, ഡെലിവറി ഉദ്യോഗസ്ഥർ, അത് ഡെലിവറി ചെയ്യുന്ന ആളുകളാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ ആ മുൻകൂട്ടി ക്രമീകരിച്ച പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവല് CSSDയിൽ നിന്നുള്ള ആ ഡെലിവറി ഉദ്യോഗസ്ഥര്, ഡെലിവറി പേഴ്സണല് അവർക്കുടെ പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അതാണ് ആ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാട്ട സിസ്റ്റം. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ ആ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള, മുൻകൂട്ടി ക്രമീകരിച്ചു വെച്ചേക്കുന്നതാണ്, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവലുകള് CSSDയിലുള്ള ഡെലിവറി പേഴ്സണല്, CSSDയിലുള്ള ആ ഡെലിവറി പേഴ്സണൽസ് അവരുടെ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്, പതിവ് ഡെലിവറികൾ വഴി അവര് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനകത്തുനിന്ന് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഇതിൽ നിന്ന് ചോദിക്കാറ്. അപ്പൊ അതിനകത്ത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്, അത്രയും നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആണ്.
അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ ഭരണപരമായിട്ടുള്ള മോണിറ്ററിംഗ്, നിരീക്ഷണം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ, അവരുടെ നിരീക്ഷണം, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവർക്ക് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. എന്താ പറഞ്ഞേക്കുന്നത്? വർക്ക് പ്രാക്ടീസ്, തൊഴിൽ പരിശീലനം മേൽനോട്ടം വഹിക്കണം. വർക്ക് പ്രാക്ടീസ് അതിലെ ഓവർസീ എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. വർക്ക് പ്രാക്ടീസ്, തൊഴിൽ പരിശീലനം മസ്റ്റ് ഓവർസീ, അത് മേൽനോട്ടം വഹിക്കണം. റിട്ടേൺ പോളിസീസ് പ്രൊസീജിയർ മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിൾ. എന്നൊക്കെ റിട്ടേൺ പോളിസി പ്രൊസീജിയർ, അവിടെ അവർക്കുടെ പോളിസീസ് ഉണ്ട്, പോളിസി പ്രൊസീജിയറുകൾ ഉണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ പോളിസി പ്രൊസീജിയറുകൾ സ്ട്രിക്ട്ലി ഫോളോഡ്, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആരാ? ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് എന്ത് ചെയ്യണം? ആ റിട്ടേൺ പോളിസി പ്രൊസീജിയർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ അവരത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. അഡ്മിനിസ്ട്രേഷൻ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഉദ്യോഗസ്ഥര്, അവർക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് റിട്ടേൺ പോളിസി പ്രൊസീജിയർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഫോർ സ്റ്റെറിലൈസിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഐറ്റംസ്. അതുകൂടാതെ എന്താണ്? ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. സ്റ്റെറിലൈസിങ്, ഡിസിൻഫെക്ഷൻ ഐറ്റം, അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ആൻഡ് ഫോർ ഹാൻഡ്ലിങ് സ്റ്റെറൈൽ സപ്ലൈസ്, സ്റ്റെറൈൽ സപ്ലൈകൾ ഹാൻഡിൽ ചെയ്യുന്നതിനും പിന്നെ സ്റ്റെറൈൽ ഡിസിൻഫെക്ഷൻ ഐറ്റംസ് അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഉള്ളതായിരിക്കണം. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇത് സ്റ്റെറിലൈസിങ്, ഡിസിൻഫെക്ഷൻ ഐറ്റം അതിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അവരുടെ ഇതിനകത്ത് വരുന്നത് സ്റ്റെറിലൈസേഷനിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാതെ വലിയ പ്രശ്നം വരും. അപ്പൊ അവർക്കുടെ ഒരു ഉത്തരവാദിത്തം വേണം. സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ ഐറ്റത്തിന് ഉത്തരവാദിത്തം വേണം അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന്. ആൻഡ് ഫോർ ഹാൻഡിലിംഗ് സ്റ്റെറൈൽ സപ്ലൈസ് എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. അതിനും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. If sterility cannot be attained or maintained, ഇനി സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിലോ, അറ്റൈൻ ഓർ മെയിൻറ്റെയിൻ, അത് ശരിയായില്ലെങ്കിൽ, നിലനിന്നില്ലെങ്കിൽ, ദ സിസ്റ്റം ഹാസ് ഫോയിൽഡ്, ആ സിസ്റ്റം എന്തായി പോകും? ഫോയിൽഡ്, പരാജയപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ വളരെ ഇതായിരിക്കണം, അതിന് വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ, അത് സ്റ്റെറിലിറ്റി ആയില്ലെങ്കിൽ ദ സിസ്റ്റം ഹാസ് ഫോയിൽഡ്, ആ സിസ്റ്റം എന്താവും? പരാജയപ്പെട്ടു പോകും. ഇനി ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഈ കൊടുത്തേക്കുന്നത്. നോക്കി, അത് ഏതൊക്കെ? അപ്പൊ ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്? അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗില് വരുന്ന, അതിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സുകൾ ഇത് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കണേ. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി സ്റ്റെറിലൈസിംഗ് ആൻഡ് ക്ലീനിങ് ഓൾ റീയൂസബിൾ ഐറ്റംസ് ഓഫ് ഡിസ്പോസിബിൾ ഐറ്റം. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് പുനരുപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ ഐറ്റംസും ഡീകണ്ടാമിനേറ്റ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ഓക്കെ, ഡീകണ്ടാമിനേറ്റിംഗ്, terminally sterilizing and cleaning all reusable items of disposable item. Disposable ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. ഐറ്റംസുകൾ പാക്ക് ചെയ്യുക, അത് ലേബൽ ചെയ്യുക. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. നെക്സ്റ്റ് വരുന്ന ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അൺലോഡ് ചെയ്യുക. ഇറക്കും ആവശ്യത്തിനുള്ള ആ C60യിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെറിലൈസർ, ഓട്ടോക്ലേവ് ഒക്കെ പോലുള്ള സ്റ്റെറിലൈസർ എന്ത് ചെയ്യുക? ലോഡ് ചെയ്യുക, കൊണ്ടുവരിക, അവിടെ നിന്ന് അൺലോഡ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക, അത് പ്രവർത്തിപ്പിക്കുക. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ.
ഓക്കെ, ഡിസ്പ്ലേയിങ് പ്രദർശിപ്പിക്കുക, ആൻഡ് കീപ്പിംഗ് സംരക്ഷിക്കുക, റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിൾ ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെയും റെക്കോർഡുകൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക, പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. നെക്സ്റ്റ് വരുന്നത് അഡ്ഹിയറിംഗ്. അഡ്ഹിയറിംഗ് എന്ന് വെച്ചാൽ പരിപാലിക്കുക. എന്തെങ്കിലും വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. അഡ്ഹിയറിംഗ് പരിപാലിക്കുക. ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അപ്പൊ CSST ആയിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സേഫ്റ്റി മെഷേഴ്സും പ്രിവെന്റീവ് മെയിൻ്റനൻസ്, അത് അങ്ങനെ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളുകൾ അതെല്ലാം അഡ്ഹിയർ ചെയ്യുക, പരിപാലിക്കുക. Adhering to safety measures and preventive maintenance protocol. Next നോക്കിയേ, സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ്. അവിടെ പ്രിന്റഡ് നോട്ടിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ ആ വേർഡ് തെറ്റാണ്. ഐറ്റംസ് എന്നാണ്, ITEMS, ഐറ്റംസ്. ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. റെഡി ഫോർ യൂസ്, ഉപയോഗത്തിന് തയ്യാറായിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്, ഉപയോഗത്തിന് തയ്യാറായിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് മേക്കിംഗ്. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് ആണ്, സപ്ലൈസ് എന്നല്ലേ കൊടുത്തിട്ടുള്ളത്? അവിടെ നെയിംസ് എന്നാണ് കൊടുത്തേക്കണേ, ഐറ്റംസ് ആണ്, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റങ്ങൾ. അത് ഉപയോഗത്തിന് തയ്യാറാക്കി. അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു, അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു വെച്ചേക്കുന്ന ഐറ്റംസ്, അത് ഹാൻഡിൽ ചെയ്യുക. ഹാൻഡിലിംഗ് സ്റ്റെറിലൈസ് ഐറ്റം റെഡി ഫോർ യൂസ്, ഉപയോഗത്തിന് തയ്യാറാക്കിയ സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. സ്റ്റെറിലൈസ് ചെയ്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന. അപ്പൊ ഇതിലെ പോയിന്റ്സുകൾ ഏതെങ്കിലും ഒക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കാം, ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, CSSTയിലെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഇതൊന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആരാ? ധന്യ. ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചേ ധന്യ. Decontaminating, terminally sterilizing and cleaning or reusable items of disposable items. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി വീണ്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റം ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. ഓക്കെ. Packing and labeling of items. ഐറ്റംസ് പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക. തേർഡ് പോയിന്റ്, Loading and unloading the sterilizer. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക. ഓക്കെ. സുരഭി. വായിക്കാം മേഡം. അടുത്ത ഒരു 3 പോയിന്റ് വായിച്ചേ. ഓപ്പറേറ്റിംഗ് ദി സ്റ്റെറിലൈസർ. ഓക്കെ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഈച്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലെ റെക്കോർഡുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക. Adhering to safety measures and preventive maintenance protocol. സേഫ്റ്റി മെഷേഴ്സ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ ഒക്കെ പരിപാലിക്കുക, അഡ്ഹിയർ ചെയ്യുക. Storing of sterile items. ഓക്കെ. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ നെയിംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ് ഐറ്റംസ് അല്ല, Names അല്ല sterile items ready for use. ഐറ്റംസ് ആണ് കേട്ടോ. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. Making sterile transfer to a sterile field. സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക, സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്നതാണ്.
ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടെ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ കഴിയും. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ. മിക്കതും നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് അവന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? ഇത് നോക്കിയേ, CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഈ ജോലിയുമായിട്ട് എന്തൊക്കെ ഉത്തരവാദിത്തമാണ് അത് CSSD മാനേജറിനുള്ളത് ഓർ ഇൻചാർജ്. നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD ഉണ്ടോ? CSSDയുടെ മൊത്തത്തിലുള്ള ഓവറോൾ സൂപ്പർവിഷൻ നടത്തുക, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഡിസ്പ്ലേ ചെയ്യുക, പ്രദർശിപ്പിക്കുക, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫുകള്, നമ്മൾ ന്യൂലി അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫുകള്, അല്ലാത്ത സ്റ്റാഫുകള്, എല്ലാ സ്റ്റാഫുകളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. നെക്സ്റ്റ്, ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെപ്പോർട്ട്സ്. ഡയറക്ടിങ് ഡ്യൂട്ടി റോസ്റ്റർ ജോലി സമയ പട്ടിക. ഓക്കെ, നമ്മൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ടൈമിൽ വരുന്നു, അത് പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ജോലി സമയ പട്ടിക, അതാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ റെക്കോർഡുകൾ, ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുക, അതിലേക്ക് ഡയറക്ഷൻ കൊടുക്കുക. അലോട്ടിങ് റിസോഴ്സസ്, CSSDയിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അത് അലോട്ട് ചെയ്യുക, അനുവദിക്കുക. അലോട്ടിങ് റിസോഴ്സസ്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ്. വാട്ട് ഇസ് ദ മീനിങ് സ്ക്രൂട്ടിനൈസ്? സൂക്ഷ്മ പരിശോധന. കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. കണ്ടോ, നോക്കിയേ, കോസ്റ്റ്, നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള നടപടികൾ അത് സൂക്ഷ്മമായി പരിശോധിക്കുക. ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിള്, സ്റ്റെറിലൈസേഷൻ സൈക്കിള്, അതിന്റെ നമ്പർ ഡിക്രീസ് ചെയ്യുക, കുറയ്ക്കുക. ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. സപ്ലൈകളുടെയും കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുക്കളുടെയൊക്കെ ഇൻവെന്ററി മാനേജ്മെന്റ്, അതിന്റെ ചരക്ക് പട്ടികകൾ, അതിന്റെയൊക്കെ മാനേജ് ചെയ്യുക, അത് നിയന്ത്രണം വേണം, നിയന്ത്രിക്കുക. ഇത്രയും കാര്യങ്ങൾ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ, സപ്ലൈകളുടെയും അവിടേക്ക് CSSDയിലേക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലൈകളുടെയും കൺസ്യൂമബിൾ, നമ്മുടെ ഉപഭോഗ വസ്തുക്കളുടെയൊക്കെ ഇൻവെന്ററി മാനേജ് ചെയ്യുക. ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. അപ്പൊ ഇതിനകത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഇത്രയും ജോബ് റെസ്പോൺസിബിലിറ്റി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഒന്ന് പഠിക്കണം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ? അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. അപ്പൊ അതിനകത്ത് ഒന്നില്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, സൂര്യ ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് വായിച്ചേ. Overall supervision of the CSSD. ഓക്കെ, Displaying the sterilization process. സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക. ജോബി മോൾ. അടുത്ത 2 പോയിന്റ് വായിക്കേ. Supervising, guiding and training staff. ഓക്കെ, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് സൂപ്പർവൈസ് നടത്തുക, ഗൈഡ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. നെക്സ്റ്റ്, Directing the duty roster and records. ഓക്കെ, ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ജോലി സമയ പട്ടികകള്, റെക്കോർഡുകൾ, ഇതൊക്കെ ഡയറക്ട് ചെയ്യുക. നെക്സ്റ്റ്, സഫീറ. വായിപ്പിച്ചിട്ടില്ലല്ലോ സഫീറ, ഞാനിവിടെ സ്ക്രീനിൽ കാണുന്നവരെയായിട്ട്. ഓക്കെ, അടുത്ത പോയിന്റ് വായിച്ചേ. Allotting resources. ഓക്കെ, റിസോഴ്സുകള് CSSDയിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അലോട്ട് ചെയ്യുക. Cost control measure to സ്ക്രൂട്ടിനൈസ് and
Decrease number of cycles. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, കോസ്റ്റ് കുറയ്ക്കാനുള്ള നടപടികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. നമ്പർ ഓഫ് സൈക്കിള് ഡിക്രീസ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് അതുകൂടി വായിച്ചു. Inventory management of supplies and സപ്ലൈകളുടെയും കൺസ്യൂമബിൾസ് ഉപഭോഗ വസ്തുക്കളുടെയൊക്കെ ഇൻവെന്ററി വിവര പട്ടികകൾ അത് മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ആ ചാപ്റ്റർ ഇതുകൊണ്ട് കഴിഞ്ഞു. ടീച്ചായി ഈ ഒരു കാര്യം പ്രിന്റ് എടുക്കുന്നവർക്ക് എടുത്തു വെക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ റേഡിയോളജി ആണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന റേഡിയോളജി. ഇനി നിങ്ങള് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തേ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം ഈ ചാപ്റ്ററിൽ. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ എന്റെ ഒപ്പം തന്നെ എന്താ പറയാ എഴുതി പോവുക. പിന്നെ അതോടുകൂടി പഠിക്കുകയും ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ എഴുതുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ആൻസർ പഠിച്ചിരിക്കണം എല്ലാവരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് അത്രയും കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. ഇപ്പൊ എഴുതുന്ന ക്വസ്റ്റ്യൻസ് അപ്പൊ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ്. CSST ഇനി എക്സ്പാൻഡഡ് ഫോം തരുന്നില്ല കേട്ടോ, അറിയാലോ. വാട്ട് ഈസ് CSST? Central Supply Department. Sterile Supply Department. Sterile Supply Department. Okay. Central Sterile Supply Department. Okay, first question എഴുതാൻ expand SSI. Capital letters എഴുതാം SSI. Expand SSI. മേഡം ഒന്ന് കേട്ടൂടാ മേഡം. Expand SSI. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ പറയുന്നേ എക്സ്പാൻഡ് SSI. Surgical site infection. ഓക്കെ, വെരി ഗുഡ്. മായാണ് പറഞ്ഞത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അറിയില്ലാത്തവര് പഠിക്കുക, അറിയാവുന്നവര് ഒന്നുകൂടെ നോക്കുക. എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ. അവിടെ ഒരു റിക്വസ്റ്റ് ഇട്ടുണ്ട്, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാൻ. ഒരാൾക്കടെ മ്യൂട്ട് അൺമ്യൂട്ട് ആയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ആകെ 1 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അപ്പൊ അത് മാക്സിമം നമുക്ക് ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഉണ്ടല്ലോ, നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലാസ്സിൽ ഞാൻ ആദ്യം പറയാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അത്രയും കാര്യങ്ങൾ നീറ്റ് ആക്കുക. ചാപ്റ്റർ കഴിഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയ ഓക്കെ. നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ പഠിച്ചു. ചാപ്റ്ററും അതിനോടൊപ്പം പഠിക്കുന്നില്ല എല്ലാവരും? ഇതിന്റെ പോരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞത്. നമ്മൾ കുറച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ മാക്സിമം ക്ലിയർ ചെയ്താ പോകുന്നത്. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് എല്ലാവരും ഫോളോ ചെയ്ത് പോരുക. അന്നന്ന് എഴുതുന്നത് ഇപ്പൊ ഇത് തന്നെ ക്വസ്റ്റ്യൻ അതാണ് കാര്യം. നമ്മുടെ ടൈം പോകും, എന്നാലും പ്രശ്നമില്ല. എല്ലാവരും പഠിക്കുക. അതുകൊണ്ടാണ് ക്ലാസ്സിൽ തന്നെ എഴുതിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് അത് പഠിക്കാൻ ഒരു ചാൻസ് ആവും. നമുക്ക് ആ ഒരു ചാപ്റ്റർ കഴിയുമ്പോ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. എല്ലാം ആ ഏരിയയും ഒന്ന് കവർ ചെയ്ത് പോകുകയും ചെയ്യാലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ നോട്ട് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് തരുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രണ്ണത്തിനാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ, എഴുതിക്കോ. എക്സ്പാൻഡ് SSI എഴുതിയല്ലോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മേഡം ഒന്നുകൂടെ പറയാം മേഡം. മേഡം എന്റെ കൈ വയ്യാതിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ പതുക്കെ ഒന്ന് പറയാം മേഡം. കൈയില് ഇതുണ്ട്, പൊട്ടല് മേഡം. കൈ പൊട്ടല്. കൈ പൊട്ടിയോ? എന്ത് പറ്റി? വീണോ? ബോള് കയ്യിൽ വന്നടിച്ചത് മേഡം. കളിക്കാൻ പോയിക്കാ ബിനോയ്? ഓ, എന്താ ഫുട്ബോളാ ക്രിക്കറ്റാ? ക്രിക്കറ്റ് കളിക്കാൻ പോയത് മേഡം. കയ്യിൽ ബോൾ അടിച്ചു. അപ്പം പൊട്ടലുണ്ട്. അപ്പൊ വേറില്ല. അപ്പം എഴുതാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ. ഏത് കഴിക്കാം? ഇപ്പുറത്തെ കൈയാണ് മേഡം. ഇപ്പുറത്തെ കൈയാണ്. എന്നാലും വേദനയുണ്ട്. അതാണ് എഴുതാത്ത ഒരു ബുദ്ധിമുട്ട്. ഏത് കൈയാ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് മേഡം. ലെഫ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. എക്സ്പാൻഡ് SSI ഏതെങ്കിലും നോട്ട് ഷെയർ ചെയ്യാം, സമയം കളയണ്ട. അത് തന്നെ. ഓക്കെ, നല്ല ആൽസി അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ബിനോയ്ക്ക് ഞങ്ങളുടെ ഒപ്പം എഴുതി പോരാൻ പറ്റില്ലെങ്കിൽ അവിടെ എന്താ പറയാ ബ്ലാങ്ക് ആക്കിയിട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കഴിയുകയാണെങ്കിലും കിട്ടാത്തത് ഏതുണ്ടെങ്കിലും എഴുതാലോ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും ഇന്ന് എഴുതി തീർക്കണം. 3:30-ക്കുള്ളിൽ 15 മിനിറ്റ്
16 മിനിറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്പാൻഡ് SSI എഴുതി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD. എല്ലാവർക്കും ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലുണ്ടോ? എഴുതാൻ പറ്റുന്നില്ലേ? Size and location of CSSD differs, DIFFERS, differs according to dash. Hospital management. എന്താണ് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD differs according to ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് CSSDയുടെ സൈസും ലൊക്കേഷനും ഒക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next one. Which of the following CSSDയുടെ എക്സ്പാൻഡഡ് ഫോം വിട്ടുപോരുത് കേട്ടോ. ഇനി ഞാൻ തരുന്നില്ല. നമ്മൾ ചാപ്റ്ററിന്റെ മുകളിൽ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് എഴുതുന്നില്ല എന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. തേർഡ് വൺ. Which of the following is a function? Which of the following is a function of CSSD? Which of the following is a function of CSSD? Options ഞാൻ പറയാം. To supply sterilized materials. Option A, to supply sterilized materials. Okay, second option B, to exhibit, EXHIBIT, to exhibit and impose, IMPOSE, impose controls, to exhibit and impose controls necessary to avert, AVERT, to avert, AVERT, avert എന്ന് പറഞ്ഞാൽ prevent, തടയുക. Cross infection, to avert cross infection, to exhibit and impose controls necessary to avert cross infection. Next option C, to avoid duplication, DUPLICATION, to avoid duplication of expensive equipments, to avoid duplication of expensive equipments. Option D, all of the above. All of the above. Okay, very good. All of the എല്ലാരും നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം. To supply sterilized material, to avoid the duplication of expensive equipment, to exhibit and impose control necessary to avoid cross infection. ഇത് മൂന്നും ഈ ഒബ്ജക്റ്റീവ്സ് ആണ്. CSSDയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ all of the above. Next question. The CSSD layout should be designed, DESIGNED, designed in a dash. The CSSD layout should be designed in a dash. യൂണിഡയറക്ഷണൽ. Okay, very good. എങ്ങനെയായിരിക്കണം ലേഔട്ട്? യൂണിഡയറക്ഷണൽ ഫ്ലോ. നമ്മൾ പറഞ്ഞു റിസീവ് ചെയ്യുന്ന ഏരിയയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയും അത് ഒത്തിരി വ്യത്യാസമായിരിക്കും. റിസീവ് ചെയ്യുന്ന ഏരിയയിൽ കൂടെ ഒരിക്കലും തിരിച്ചത് സ്റ്റെറിലൈസ് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. അതിന് രണ്ടും പ്രത്യേകം വിൻഡോസ് ആയിരിക്കും. അപ്പൊ അത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ പോകുള്ളൂ. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. യൂണി ഡയറക്ഷണൽ ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. After receiving the items
receiving the items after receiving the item items, comma, the items are transferred to dash. The items are transferred, transferred. The items are transferred to dash. After receiving the items are transferred to dash. Receive ചെയ്തിട്ട് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ക്ലീനിങ് ഏരിയ. ഫസ്റ്റ് റിസീവ് ചെയ്യുന്നു, നെക്സ്റ്റ് പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. ട്രാൻസ്ഫർ ടു ക്ലീനിങ് ഏരിയ. ഇനി ഇവിടെ ജനറൽ CSSD ഡിസൈനില് 3 സോണുകൾ നമ്മൾ പറഞ്ഞു. ആ 3 സോണുകൾ നോക്കണം. സോയിലില് ക്ലീന്, സ്റ്റെറൈൽ സോണ്, പിന്നെ വർക്ക് ഫ്ലോ ആണ്. അതിന്റെ ഫ്ലോ ചാർട്ട് നമ്മുടെ ബുക്കിലേക്ക് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? വരച്ചായിരുന്നോ? വരയ്ക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് അതിന്റെ ഓർഡർ ചിലപ്പോ ഓർഡർ തെറ്റിച്ചു തരാം. അപ്പൊ അത് നോക്കണം. പിന്നെ ഓർഗാനോഗ്രാമും അതും ഞാൻ തരുന്നില്ല ഇനിയിപ്പോ നോട്ടിലേക്ക്. അതും നിങ്ങൾ പഠിക്കണം. ഓർഗാനോഗ്രാം ഏതെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോന്നും ഇപ്പൊ CSSD ഇൻചാർജ്, CSSD അസിസ്റ്റന്റ്, CSSD ടെക്നീഷ്യൻ, അങ്ങനെ ഓർഡർ തെറ്റിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് ആ ഓർഗാനോഗ്രാമും ഒന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSSD, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അതും പഠിക്കണം. അതിന് 3 ഞാൻ തരുന്നില്ല. പിന്നെ ഫങ്ഷണൽ ഏരിയ 6 ഫങ്ഷണൽ ഏരിയ വരുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെ പേര് പഠിച്ചു വെക്കണം. അതിന്റെ ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, items used from several departments of the hospital are transferred, transferred to CSSD for dash. Cleaning and sterilization. Cleaning and sterilization. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂസ് ചെയ്ത ഐറ്റംസ് CSSDയിലേക്ക് വരുന്നത് ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനുമാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങളുടെ ഓപ്ഷനില് ക്ലീനിങ് മാത്രമാണെങ്കിൽ അത് എഴുതുക. ഇനി സ്റ്റെറിലൈസേഷൻ എന്നാണ് ഓപ്ഷൻ എങ്കിൽ സ്റ്റെറിലൈസേഷൻ എഴുതുക. ഇനി ബോത്ത് രണ്ടും കൂടിയാണ് ഇതുപോലെ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് ഓപ്ഷൻ, നിങ്ങൾക്ക് അത് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക. ട്രാൻസ്ഫേർഡ് CSSD ഫോർ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ക്ലീനിങ് ആണ് കറക്റ്റ് ഇതെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ ഓപ്ഷനിൽ കൊടുത്തെങ്കിൽ അത് എഴുതാം. രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി ചേർത്ത് എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which machine is used for cleaning surgical tools? Ultrasonic. Okay, very good. Ultrasonic washer. ബിനോയ് പോയോ? ബിനോയ് ലെഫ്റ്റ്. ഓക്കെ, എഴുതാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് 2 കയ്യിൽ ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് എഴുതാൻ പറ്റില്ല മാഡം. ഭയങ്കര നീറ്റരുണ്ട്. ഓക്കെ, ഇപ്പൊ പറ്റുന്നിടത്തോടെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ എഴുതിയെടുത്തോളാം മാഡം. നോട്ട് ഷെയർ ചെയ്യുമ്പോൾ എഴുതിയെടുത്തോളാം. ഓക്കെ. Which machine is used for cleaning surgical tool? Ultrasonic washer. Next question. In ultrasonic washer machine, turns, TURNS, turns high frequency
sound waves, high frequency sound waves into dash. മെക്കാനിക്കൽ വൈബ്രേഷൻ. സൗണ്ട് വേവ്സിനെ അവിടെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുക ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമേ? മെക്കാനിക്കൽ വൈബ്രേഷൻ. In ultrasonic washer machine, turns high frequency sound waves into dash. Mechanical vibration. Next question. After the tools are washed, comma, they are dried, D-R-I-E-D, dried in oven dryer. And transferred, T-R-A-N-S-F-E-R-R-E-D, transferred to dash. Okay. Tools dry ചെയ്ത് ഓവൻ ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്തത് പാക്കിംഗ് സെക്ഷനിലേക്കാണ്, പാക്കിംഗ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലീൻഡ്, CLEANED, cleaned and dried instruments are packed before dash. Sterilization. Very good. Sterilization മുന്നേ പാക്ക് ചെയ്യും. Next question. Plastic bags are used for dash. ETO sterilization. Yeah, okay, very good. ETO sterilization. പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യുന്നത് ETO, എഥിലീൻ ഓക്സൈഡ് മിഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിലാണ് പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റൂല, എന്ന് വെച്ചാൽ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുന്നതല്ലേ. അതുകൊണ്ട് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് മിഷൻ, അവിടെയാണ് ഈ പ്ലാസ്റ്റിക് ബാഗുകൾ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO sterilization. Next question. After packing and sealing, the instruments are transferred for dash. Sterilization. Sterilization. Packing, sealing കഴിഞ്ഞ് ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ്. After packing and sealing, the instruments are transferred for sterilization. Next question. Dash is the most, MOST, most affordable, AFFORDABLE. Dash is the most affordable method of sterilization. Pressure. Pressure. Steam sterilization. Dash is the most affordable method of sterilization. Sterilization Under pressure. Steam sterilization. steam sterilization, അതായത് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷനിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ്, കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവ്സ് ആണ്. അത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യണം.
ഉണ്ടോ? സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഏറ്റവും അഫോർഡബിൾ. അത് തന്നെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചല്ലോ. ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നോക്കാം, ഓട്ടോക്ലേവ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓട്ടോക്ലേവ്സ്, ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. വെറുതെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ എഴുതിയ ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഓട്ടോക്ലേവ്സ് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, which of the following sterilization, ഇത്രയും മതി, മെത്തേഡ് വേണ്ട. which of the following sterilization is used for, which of the following sterilization is used for heat responsive and moisture responsive materials. Heat responsive and moisture responsive materials. Ethylene oxide machine. ETO. എത്തിലൈൻ ഓക്സൈഡ് മെഷീൻ, ETO. ETO. അതിന്റെ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ നിങ്ങള്, ഓട്ടോക്ലേവ്, ETO, ഫ്ലാഷ് സ്റ്റെറിലൈസർ, നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ തരികയാണെങ്കിൽ നമുക്ക് ETO എന്ന് എഴുതാം, എഥിലീൻ ഓക്സൈഡ് മെഷീൻ എന്ന് എഴുതാം. ഇനി നിങ്ങളുടെ ഓപ്ഷനില് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ബോത്ത് A and B, നൺ ഓഫ് ദ എബോവ് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഏത് എഴുതും ആൻസർ? ഓക്കെ, വെരി ഗുഡ്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഓപ്ഷനും കൂടി നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? Which of the following sterilization is used for heat responsive and moisture responsive materials? Next one, after sterilization, the items are transferred to dash. After sterilization, the items are transferred to dash. Eda, the items are transferred to dash area. gas Storage area. ഏത് ഏരിയയിലേക്കാണ് ചോദിച്ചത്? സ്റ്റോറേജ് ഏരിയ. സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഐറ്റംസ് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്റ്റോറേജ് ഏരിയയിലേക്ക്, സ്റ്റോറേജ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ, dash is the principle to follow in the replacement of sterile materials. Dash is the principle to follow in the replacement of sterile materials. ഏതാ First in, first out. FIFO capital letters ൽ എഴുതാം ട്ടോ. FIFO. Next question. Only 1, 2, 3. 3 question കൂടി. Okay. അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. Which indicator is used in displaying recorded time, comma temperature, comma humidity. മിസ് ഒന്നുകൂടെ പറയാമോ അതെന്നോട്ട്? Okay, which indicator is used in displaying recorded time, comma temperature, comma humidity and pressure.
മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മെക്കാനിക്കൽ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. സൈക്കിൾ അത് ഞാൻ എഴുതണ്ട കേട്ടോ. ഇനി സമയമില്ല. ഡിസ്പ്ലേ റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. അത് നിങ്ങൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തോ ക്വസ്റ്റ്യൻ. അങ്ങനെയും കൂടി എഴുതാം നമുക്ക്. ഏതാണ് ഉപയോഗിക്കുന്നത്? മെക്കാനിക്കൽ indicators. Okay. Mechanical indicators. Next question. In which of the following distribution system needed articles are demanded by users on a daily or regular basis. ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാ? റിക്വസിഷൻ സിസ്റ്റം. അതിനകത്ത് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ സ്റ്റേറ്റ്മെന്റ് തരും അവര്. എന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not the job responsibility എന്നാണ് മതി. job responsibility. Which of the following is not the job responsibility of a CSSD manager? Not the job responsibility of a CSSD manager. Options പറയാം. Displaying the sterilization process. Option A. Option B, allotting resources. Option C, receiving, labeling, 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 and safely, SAFELY, safely store samples. Receiving, labeling, and safely stores samples. Last one, option D, overall supervision of the CSSD. Receiving, labeling, and safety. Option ഏതാണ്? Okay, very good. Option C ആണ്. ബാക്കി മൂന്നെണ്ണം. Overall supervision of the CSSD, allotting resources, displaying the sterilization process. ഇത് മൂന്നും CSSD മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ ചാപ്റ്റർ? വിവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ റേഡിയോളജി ആണ് എടുക്കുന്നത്. അപ്പോ പ്രിന്റ് എടുക്കാനുള്ളവരൊക്കെ എടുത്തു വെച്ചോ. ഓക്കെ, നാളെ ഫസ്റ്റ് ക്ലാസ് എന്റെയാണ് 10:00. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇത് എഴുതിയെടുത്തവരൊന്ന് ബിനോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ കേട്ടോ. ഓക്കെ, കൈ വയ്യാത്തോണ്ടാണ്. ഓക്കെ, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മള് മനുഷ്യരല്ലേ, എന്തെങ്കിലും വയ്യായോ അതിനല്ലേ ഇത്രയും ഫ്രണ്ട്സ് ഉള്ളത്.
അവർ ഹെൽപ്പ് ചെയ്ത് വരൂലേ? നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബിനോയുടെ സമയം പോലെ എഴുതിയെടുക്കാം. ഓക്കെ, അത് മാത്രമല്ല മേഡം, ഇപ്പൊ ഒരു കയ്യിലാണ് ഈ പൊട്ടൽ വന്നിരിക്കുന്നത്. അവര് ഈ രണ്ട് വിരലൂടെ ചേർത്ത് വെച്ചാണ് കെട്ടിയത്. രണ്ട് കൈ കൂടി അതായത് ഒരു വിരലാണ് പൊട്ടൽ വന്നത്. ഒരു വിരലിലാണോ പൊട്ടല്? ആ ഓക്കെ. അപ്പൊ അവര് രണ്ട് വിരലൂടെ ചേർത്ത് കെട്ടി. അപ്പൊ ഒരുമാതിരി ഡിസ്റ്റർബൻസും ഭയങ്കര നീറ്റലും ഉണ്ട്. അത് കുറച്ചുകൂടി കെയർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ രണ്ട് കൈ കൂടി ഇങ്ങനെ കൂട്ടി ആ വിരലും കൂടി കൂട്ടി കെട്ടുമ്പോ നമ്മൾ ഒട്ടും അവിടെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്ര ഡിസ്റ്റർബൻസ് ആയാലും കുഴപ്പമില്ല, നമുക്ക് വേഗം ഇത് എന്താ അസുഖം മാറണമല്ലോ, ഇതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ മേഡം. താങ്ക് യു മാഡം. താങ്ക് യു മേഡം. Thank you, ma'am. ലാസ്റ്റ് പറഞ്ഞില്ലേ 2 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഒന്ന് ഷെയർ ചെയ്യാവോ?